ദ ജേർണലിസ്റ്റിലേക്ക് ഈ യുദ്ധം എളുപ്പത്തിൽ വിജയിച്ച് ഇറാനെ തച്ചുടച്ച് ഇറാനെ തീനരകമാക്കി അവിടെ തനിക്കനുകൂലമായ ഒരു ഭരണാധികാരിയെ നിയോഗിച്ച് വളരെ എളുപ്പത്തിൽ എല്ലാം നടത്തി മുന്നേറാൻ കഴിയുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യഘട്ടത്തിൽ വിചാരിച്ചത്. പക്ഷേ ഇറാൻ്റെ അതിശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ, തിരിച്ചടിക്ക് മുന്നിൽ വിറച്ച് വേച്ച് മുട്ടിലിഴയുന്ന ലോകശക്തിയുടെ തലവനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന ട്രംപിനെ നെതന്യാഹുവും ഏറെക്കുറെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. നെതന്യാഹു സ്വന്തം നിലയ്ക്ക് ഈ യുദ്ധത്തെ മറ്റൊരു വഴിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതിനുള്ള കനത്ത പാരിതോഷികങ്ങൾ ഇറാൻ മണിക്കൂറുകൾ വെച്ച് ഇസ്രായേലിൻ്റെ നെഞ്ചത്ത് തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒന്നിച്ച് ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാനേ നെതന്യാഹുവിന് കഴിയുന്നുള്ളൂ. അയൺ ഡോം ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ആക്രമണങ്ങൾക്ക് മുന്നിൽ പതുങ്ങിപ്പോകുന്ന കാഴ്ചയും ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇസ്രായേലിൽ നിന്ന് ലോകം കാണുന്നത്. യുദ്ധത്തിന് ആർത്തി പൂണ്ട് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ ഒടുവിൽ യുദ്ധം നിർത്താൻ പെടാപ്പാടുപെടുന്ന, അടിമേടിച്ചും മടുക്കുന്ന സവിശേഷമായ കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ യുദ്ധം എന്നു തീരുമെന്ന ചോദ്യത്തിന് പെൻറ്റഗണിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും പുതിയ മറുപടി 4 മുതൽ 6 ആഴ്ചകൾ വരെ, അതായത് 1 മാസം മുതൽ 1.5 മാസം വരെ ഈ യുദ്ധം ഇനിയും ഇങ്ങനെ തുടരും എന്നതായിരുന്നു. അതായത് ഈ യുദ്ധം അടുത്ത കാലത്തൊന്നും നിർത്താനുള്ള ഒരു സാധ്യതയുമില്ല എന്ന സൂചനകളാണ് പെൻറ്റഗണിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേസമയം തന്ത്രപരമായ മറ്റൊരു നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ വാർത്ത നോക്കുക. ദ വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്നിട്ടുള്ള വാർത്തയാണ്. ട്രംപ് ടെൽസ് എയ്ഡ്സ് ഹീ ഈസ് റെഡി ടു എൻഡ് ദ ഓപ്പറേഷൻ ഇൻ ഇറാൻ എന്നാണ് അതിൽ പറയുന്നത്. അതായത് ഒപ്പമുള്ളവരോട് ട്രംപ് പറയുകയാണ്, നമുക്ക് ഹോർമുസ് പിടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഹോർമുസിൽ പ്രത്യേകിച്ച് നമുക്ക് കാര്യമൊന്നും അങ്ങോട്ടേക്ക് ഇനി അധികം പോയി നോക്കണ്ട, നമുക്ക് യുദ്ധം നിർത്താനുള്ള പണികളിലേക്ക് കടക്കാം എന്ന് ട്രംപ് പറഞ്ഞതായിട്ടാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ദ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കുക. വില്ലിംഗ് ടു എൻഡ് വാർ വിത്തൗട്ട് റീ ഓപ്പണിംഗ് ഹോർമുസ്, ഡൊണാൾഡ് ട്രംപ് ടെൽസ് എയ്ഡ്സ് ആസ് ഇറാൻ റിഫ്യൂസസ് ടു ബഡ്ജ്. അതായത് ഇറാൻ ഒരു തരത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറാകാതിരിക്കുകയും ഏതെങ്കിലും തരത്തിൽ ട്രംപിൻ്റെ ഭീഷണികൾക്ക് വഴങ്ങാതിരിക്കുകയും അതിശക്തമായ തിരിച്ചടികളിലേക്ക് കടക്കുമെന്ന് പറയുകയും തൊട്ടു പിന്നാലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഗൾഫിലെ എണ്ണപ്പാടങ്ങളിലേക്കും ഖത്തറിലേക്കും കുവൈറ്റിലേക്കും ഒക്കെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ഗൾഫ് മേഖലയിലെ എണ്ണ കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ എണ്ണക്ഷാമം ഭാവിയിലും ഉണ്ടാക്കുന്ന വിധത്തിലേക്കുള്ള ലോകത്ത് വലിയ സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും ഓഹരി വിപണികളുടെ തകർച്ചയും ഡോളറിൻ്റെ പതനവും അടക്കം വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്ന വിധത്തിലുള്ള നിർണായകമായ ആക്രമണങ്ങൾ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയും ഒക്കെ ഇറാൻ കടുപ്പിച്ചതോടെ ഗൾഫ് മേഖലയിൽ വലിയ ഭീതി നിഴലിച്ച സാഹചര്യത്തിൽ ഇനിയും ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന യുദ്ധത്തിന് വലിയ പ്രസക്തിയില്ല എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ആ വാർത്ത നോക്കുക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാസ് ടോൾഡ് ഹിസ് എയ്ഡ്സ് ദാറ്റ് he is willing to end war without reopening the Strait of Hormuz, which Iran has refused to unblock despite repeated warnings from the US president. This is another soft stance taken on Tehran, as the latter has refused to budge after US-Israel initiated war. In recent days, Trump and his aides concluded that an operation to reopen the strategic checkpoints would likely extend the conflict beyond his preferred 4 to 6 week timeline, according to Wall Street Journal report എന്നാണ് പറയുന്നത്. അതായത് ഇനിയും ഹോർമുസ് തുറക്കാൻ വേണ്ടിയിട്ട് ഇറാൻ അന്ത്യശാസനം കൊടുക്കുകയും ഇറാനെ ഭീഷണിപ്പെടുത്തുകയും ഇറാനെ ഭയപ്പെടുത്തുകയും അവർക്ക് നേരെ വെല്ലുവിളികൾ ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കൊക്കെ വലിയ തിരിച്ചടിയാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണക്കുകൂട്ടുന്നത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 ദിവസത്തോളമായിട്ട് അമേരിക്ക ഇറാന് നേരെ യുദ്ധം ചെയ്തിട്ടില്ല. ആക്രമണം നടത്തുന്നത് മുഴുവൻ ഇസ്രായേലാണ്. അമേരിക്ക ഒരു തരത്തിലുള്ള
തരത്തിലുള്ള സൈനിക നീക്കം, ഇപ്പോൾ സൈനിക നീക്കമെന്ന് പറഞ്ഞാൽ കുറേ മറീനുകളെ കൊണ്ടുവന്ന് പശ്ചിമേഷ്യയിൽ നിർത്തിയിട്ടുണ്ട്, കുറച്ച് കപ്പലുകൾ അവിടെ ഇവിടെയായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എന്നതല്ലാതെ ഇറാന് നേരെ ആക്രമണം എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് അമേരിക്ക കടന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായി. ആദ്യം 5 ദിവസത്തെ വെടിനിർത്തൽ അമേരിക്ക പ്രഖ്യാപിച്ചു, അതിനുശേഷം അത് 10 ദിവസം കൂടി കൂട്ടി. അതിനിടയിൽ പല ഘട്ടങ്ങളിലായി പാകിസ്ഥാൻ വഴിയും മറ്റ് അറബ് രാജ്യങ്ങൾ വഴിയുമൊക്കെ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി ട്രംപ് ശ്രമിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, ഇറാനിലെ ഒരു വിഭാഗവുമായി താൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അത് അവിടുത്തെ പാർലമെൻറ്റ് പ്രസിഡൻ്റാണ് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. അതായത് ഒരു വശത്ത് പെൻറ്റഗൺ പറയുന്നു ഈ യുദ്ധം അവസാനിക്കാൻ വേണ്ടി ഇത്രയധികം ദിവസങ്ങൾ വേണ്ടിവരും, 6 ആഴ്ച വേണ്ടിവരും, 1.5 മാസം വേണ്ടിവരും എന്നൊക്കെ പറയുമ്പോൾ, അതേസമയം ട്രംപ് മറുവശത്ത് കൂടി എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒഴിവാക്കി തടി കഴിച്ചിലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് വേണം കരുതാൻ. ന്യൂയോർക്ക് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമവുമായി സംസാരിച്ചപ്പോഴാണ് ട്രംപ് ഇപ്പോൾ ഒരു ചർച്ച നടത്തുന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 2 വാർത്തകൾ വരുന്നു. ഒന്ന് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ട്, ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാതെ ട്രംപ് പിന്മാറുമെന്നാണ് അതിൽ പറയുന്നത്. അതേസമയം തന്നെ ന്യൂയോർക്ക് പോസ്റ്റിനോട് ട്രംപ് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നത് ഞങ്ങൾ ഇറാനുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിലൊരു പ്രബല വിഭാഗം, അതായത് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങൾ തങ്ങളുമായി ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ സംസാരിക്കുന്നുണ്ട്, ഒരു പക്ഷേ അത് ലക്ഷ്യത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ ട്രംപ് പറയുന്നു. എന്നാൽ അതേസമയം തന്നെ മറുവശത്ത് ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കുന്ന വിധത്തിൽ, ആശയക്കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ അമേരിക്കൻ സൈനികരെ കൊല്ലാനിട്ട് കൊടുക്കുന്നത് പോലെ അവരെ കരയുദ്ധത്തിന് കൊണ്ടുപോവുകയാണ് എന്ന പ്രഖ്യാപനം നടത്തുന്നു. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് പറയുന്നു. നമുക്കറിയാം, ഈ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന ആരും തന്നെ ട്രംപിൻ്റെ ഈ നീക്കം ഗുണകരമാകും അമേരിക്കയ്ക്ക് എന്ന് പറയില്ല. ആത്മഹത്യാപരമാണ് അമേരിക്കയെ സംബന്ധിച്ച് എന്ന് വ്യക്തമായി പറയുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഖാർഗ് ദ്വീപ് എന്ന് പറയുന്നത് അത്രയധികം ഭൂമിശാസ്ത്രപരമായ സ്വയം സുരക്ഷയുള്ള ഒരു ദ്വീപാണ്. എന്ന് മാത്രമല്ല, സെക്കൻഡുകൾ കൊണ്ട് ഇറാൻ്റെ സകല സൈന്യത്തിനും സന്നാഹത്തിനും ഖാർഗ് ദ്വീപിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം പരിമിതമായ മറീനുകളെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരിമിതമായ സൈന്യത്തെ വെച്ചുകൊണ്ട്, പരിമിതമായ ഫൈറ്റർ ജെറ്റുകളൊക്കെ ഉപയോഗിച്ച് ഖാർഗ് ദ്വീപിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു കടന്നാക്രമണം ഉണ്ടായാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നേരത്തെ മുതൽ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിൽ ഖാർഗിലേക്ക് ഒരു കടന്നാക്രമണം ഉണ്ടായാൽ, ഖാർഗ് എന്ന് പറയുന്നത് ഇറാൻ്റെ എണ്ണ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രദേശമാണ്, ഒരു ദ്വീപാണ്. അവിടെ വലിയ കപ്പലുകൾക്ക് എണ്ണ കൊണ്ടുപോകാൻ വേണ്ടി അവിടേക്ക് വരാനുള്ള തുറമുഖങ്ങളടക്കം ആ ദ്വീപിലുണ്ട്. അപ്പോൾ ഇറാൻ്റെ ഏറ്റവും അധികം വിദേശ പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി കയറ്റുമതിക്കൊക്കെ ആയിട്ട് അവർ രൂപീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്, സംഭരണ കേന്ദ്രങ്ങളാണ്, വിതരണ കേന്ദ്രങ്ങളാണ് അവിടെയുള്ളത്. അപ്പോൾ അവിടേക്ക് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എന്ന നിലയിൽ ആദ്യം തന്നെ ഹോർമുസിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഇറാൻ അഴിച്ചുവിടും. അതിനുശേഷം അറബ് രാജ്യങ്ങളിലെ സമാനമായ എണ്ണ സംഭരണ വിതരണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തും. ഇസ്രായേലിൻ്റെ തുറമുഖങ്ങളിലേക്ക് ആക്രമണം നടത്തും. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തും. എന്ന് മാത്രമല്ല, പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ സൂയസ് കനാലും ബാബൽ മന്ദബ് കടലിടുക്ക് ഹൂത്തികൾ അടയ്ക്കുന്ന സാഹചര്യമുണ്ടാകും. ഇതിനെയൊന്നും അതിജീവിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് അമേരിക്ക പണ്ടേ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ കപ്പൽ ഗതാഗതം പരിപൂർണമായി, വലിയൊരു മേഖല തന്നെ പൂർണ്ണമായും അടയ്ക്കപ്പെടുന്നതോടുകൂടി ലോകവ്യാപകമായിട്ട് ചരക്കു ഗതാഗതം തടസ്സപ്പെടുന്ന, ഇല്ലാതാകുന്ന സാഹചര്യം വരും. ഹോർമുസിൽ ഇപ്പോൾ കൊടുക്കുന്ന ഇളവുകൾ പോലും ഇറാൻ നൽകാത്ത സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് വലിയ തോതിൽ ബാധിക്കും. ഇതെല്ലാം വലിയ സമ്മർദ്ദമായി അമേരിക്കയ്ക്ക് മേൽ വരും. എന്ന് മാത്രമല്ല, അറബ് രാജ്യങ്ങളിലെ ഓയിൽ റിഫൈനറികൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, വാതക പ്ലാന്റുകൾ, അവിടുന്ന് വാതകം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനുകൾ തുടങ്ങിയവയൊക്കെ ആക്രമിച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന എണ്ണ പ്രതിസന്ധി ഉണ്ടാകും. ഏറെക്കാലത്തേക്ക് വിലക്കയറ്റം രൂക്ഷമാകും. അത് വലിയ തോതിലുള്ള സാമ്പത്തിക മാന്ദ്യത്തിലേക്കും ഇൻഫ്ലേഷനിലേക്കും ഒക്കെ കാര്യങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ അത്രയും വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഒരിക്കലും ട്രംപ് ഖാർഗ് ദ്വീപിലേക്ക് ഇറങ്ങിത്തിരിക്കില്ല എന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ, അമേരിക്കയ്ക്ക് ഒരു
ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി ഇത് നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് പൊടുന്നനെ ഹോർമുസ് കടലിടുക്കൊന്നും വേണ്ട, ഞങ്ങൾ പതുക്കെ ഇത് അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, അധിക നാൾ നീണ്ടു പോകില്ല എന്ന് പറയുന്നു. ഒരു വശത്ത് പെൻറ്റഗൺ പറയുന്നു 6 ആഴ്ച വരെ ഇനിയും യുദ്ധം നീളുമെന്ന്. അപ്പോൾ വലിയ ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. അമേരിക്കയുടെ ഉദ്യോഗസ്ഥർക്കും ഭരണാധികാരികൾക്കും അങ്ങനെയുള്ള സൈന്യത്തിനുമൊക്കെ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ യുദ്ധം തുടങ്ങിയവർ അതേ യുദ്ധത്താൽ തന്നെ നട്ടം തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.